ഇന്നത്തെ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമ്മളുടെ സ്ക്രീനിലുണ്ട്. ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. പാകിസ്ഥാൻ കണ്ടംസ് എയർ സ്ട്രൈക്സ് ബൈ ഇറാൻ, റീകോൾസ് അംബാസഡർ എന്ന് പറഞ്ഞ ന്യൂസാണ്. ഇന്നലത്തെ ഒരു വലിയ ന്യൂസ് ആയിരുന്നു അത്. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം അത് വലിയ ന്യൂസായിട്ട് മലയാളം പത്രങ്ങളിൽ ഉൾപ്പെടെ ഉണ്ട്. ഈ ന്യൂസ് കാണുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരു സമയത്ത് ടെററിസം എന്ന് പറയുന്ന സംഭവത്തിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവരത് മറ്റ് രാജ്യങ്ങളിലേക്ക് പടർത്തി എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പം അവർക്ക് അതിന്റെ തിരിച്ചടികൾ നല്ല രീതിയിൽ കിട്ടി തുടങ്ങി കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട്. ഇപ്പൊ ഓരോ രാജ്യങ്ങളും അവരുടെ ടെറിട്ടറി സംരക്ഷിക്കാൻ, അവരുടെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഭീകരരുടെ താവളങ്ങൾ പാകിസ്ഥാനിൽ കയറി ആക്രമിക്കുകയാണ്. ഇന്ത്യ നമുക്കറിയാം റീസെന്റ് 1-2 തവണ അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയായിരുന്നു. അമേരിക്ക അൽഖ്വയ്ദയുടെ പിന്നീട് ഒസാമ ബിൻ ലാദനെ പിടിച്ചത് പാകിസ്ഥാന്റെ അകത്ത് കയറിയാണ്. ഇപ്പൊ എന്താ തൊട്ടയൽവക്കത്ത് കിടക്കുന്ന ഇന്ത്യയെ പോലെ മറ്റൊരു രാജ്യമായ ഇറാൻ അവരുടെ അഖണ്ഡതയ്ക്ക്, അവരുടെ സോവറിനിറ്റിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഭീകരന്മാര് പാകിസ്ഥാനിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു അസംഷനില്, അല്ലെങ്കിൽ അസംഷൻ അല്ല, അതിന് വ്യക്തമായ തെളിവുണ്ട്. ആ ഭീകരരെ അവിടെ കയറി അവർ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു ഡ്രോൺ സ്ട്രൈക്കില് കില്ല് ചെയ്തിരിക്കുകയാണ്. ആ ഭീകര സംഘടനയുടെ പേര് ഇവിടെ ഉണ്ട്. ആ ഭീകര സംഘടനയുടെ പേര് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതാണ്. പക്ഷെ ഇതിനുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വെരി നെക്സ്റ്റ് ഡേ ഇറാനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇറാന് അവർക്ക് സ്വയം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. സോ ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ന്യായീകരിക്കപ്പെടേണ്ടതാണെന്നാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ വായിക്കേണ്ട മറ്റൊരു കാര്യം, മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നത്, ഡേ ബിഫോർ യെസ്റ്റർഡേ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇറാനിൽ ഉണ്ടായിരുന്നു. ഇറാന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് അദ്ദേഹം ടോക്സ് നടത്തി. അപ്പോ ഒരുപക്ഷെ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആയിരിക്കാം. ഒരു 2 to 3 days back India's foreign minister Jaishankar was in Iran and he met external affairs minister of Iran, and after that this attack happened inside the territory of Pakistan using drones by Iran. അപ്പോ അത് കഴിഞ്ഞ് ഇന്ത്യ ആ ഇറാനെ ന്യായീകരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണ്, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ എന്ന് പറഞ്ഞത്. അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ. ഇറാൻ ബാക്ക് ചെയ്യുന്ന ഹൂത്തി റബൽസ് റെഡ് സീയിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനൊക്കെ വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ ചിലപ്പോൾ ഇന്ത്യയോട് പിണക്കം തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ആക്ഷൻസും ആണ് ഇപ്പൊ ഇന്ത്യ എടുത്തേക്കുന്നത്. ഈ ഇറാന്റെ ഈ പാകിസ്ഥാൻ അറ്റാക്കിന് അവര് ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. ഈ അറ്റാക്ക് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇറാൻ വിസിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയോ കളികൾ ഇതിന്റെ അകത്ത് നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? ഇന്ത്യ ക്ലോസ് കോർഡിനേഷനിൽ ഇറാനുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഉറപ്പാണ്. നമുക്ക് റൈവൽ ഗ്രൂപ്പുകൾ എല്ലാവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമുള്ളത് കൊണ്ട് വലിയ പ്രശ്നമല്ല. എന്നാലും US-നും ഇസ്രായേലിനും അത്ര ഇഷ്ടപ്പെടത്തില്ല ഇന്ത്യ ഇറാനോട് ചേർന്ന് ഇറാനെ ന്യായീകരിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നൊന്നും. എന്തായാലും പാകിസ്ഥാന് കിട്ടേണ്ടത് കിട്ടി എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോ പാകിസ്ഥാൻ ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് കയറി, പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞ കയറി നിരങ്ങിയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മിക്ക രാജ്യങ്ങളും പാകിസ്ഥാനെതിരെ. അപ്പോ അടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത് SC will hear appeal filed by ഉദ്ധവ് ക്യാമ്പ് on January 22. ഇത് ഞാൻ പലതവണ നിങ്ങളെ പറഞ്ഞിട്ടുള്ളതാണ്. ഏകനാഥ് ഷിൻഡെയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള പ്രശ്നം, 2 ശിവസേനകൾ. അതിലെ യഥാർത്ഥ ശിവസേന ഷിൻഡെയുടെ ശിവസേനയാണെന്ന് സുപ്രീം കോടതി മാത്രമേ ഇനി പറയാനുള്ളൂ, അല്ലെങ്കിൽ കോടതികളെ ഇനി പറയാനുള്ളൂ. ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ബോത്ത് ഓഫ് ദം stated that Uddhav Thackeray Shivasena is not the legal Shivasena. The official Shivasena belongs to the Chief Minister of Maharashtra, ഏകനാഥ് ഷിൻഡെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അവർക്ക് ആകെപ്പാടുള്ള ആശ്രയം ഉദ്ധവ് താക്കറേക്ക് സുപ്രീം കോടതിയാണ്. അത് സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയിരിക്കുകയാണ്. അതേ സമയത്ത് ഷിൻഡെ വിഭാഗം ബോംബെ ഹൈക്കോർട്ടിൽ പോയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന ഓൾറെഡി സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. സോ യു ഷുഡ് ഡിസ്ക്വാളിഫൈ ദ അതർ ഫാക്ഷൻ ഓഫ് ശിവസേന, ഉദ്ധവ് താക്കറെ ശിവസേനാസ് MLAs എന്നാണ് അവര് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഒരു ലീഗൽ ടസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്. ഇനി ടോപ്പ് കോർട്ട് വാണ്ട്സ് അതോറിറ്റീസ്, അത് നമുക്ക് വേണ്ട, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള കാര്യമല്ല. ഹെയ്റ്റ് സ്പീച്ച് ഒരു വലിയ വിഷയമാണ്. ഹെയ്റ്റ് സ്പീച്ചിനെ തടയാനുള്ള നിയമം ഇന്ത്യൻ പീനൽ കോഡിൽ അത്ര ശക്തമായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഭാരതീയ ന്യായ സംഹിതയിലും പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ള നിയമം, അതിനെ തടയുന്ന നിയമങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ബാക്സ് ഇറാൻ, ടേംസ് സ്ട്രൈക്സ് ആക്ട് ഓഫ് സെൽഫ് ഡിഫൻസ്. ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ താഴോട്ട് വരുമ്പോ
താഴോട്ട് വരുമ്പോൾ ന്യൂസ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ജല്ലിക്കെട്ടിന്റെ ഒരു ന്യൂസ് കാണാം. ജല്ലിക്കെട്ട് അലങ്ങനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജല്ലിക്കെട്ട് നടക്കുന്നത്. ഈ ജല്ലിക്കെട്ടിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അലങ്ങനല്ലൂർ ആണ്. ഈ അലങ്ങനല്ലൂർ എന്ന് പറയുന്ന മധുരൈ ഭാഗത്ത് വരുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് അലങ്ങനല്ലൂർ. ഇതാണ് ജല്ലിക്കെട്ടിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഈ അലങ്ങനല്ലൂരിൽ ഒരു ജല്ലിക്കെട്ട് അരീന, ഒരു വലിയ സ്റ്റേഡിയം, ഈ കൊളോസിയത്തിന്റെ ഒക്കെ മോഡലിൽ ഒരു വലിയ സ്റ്റേഡിയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ കലൈഞ്ചർ സ്റ്റേഡിയം എന്നങ്ങോട്ടാണ് പേര് കൊടുത്തേക്കുന്നത്. DMK ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് DMKയുടെ വലിയ ലീഡറും സ്റ്റാലിന്റെ ഫാദറും ഒക്കെ ആയിരുന്ന കരുണാനിധിയുടെ വിളിപ്പേരായ കലൈഞ്ചർ എന്നുള്ള പേര് കൊടുക്കുന്നതിൽ അതിശയമല്ലല്ലോ. അപ്പൊ അതാണ് അത്. ഇവിടെ ഇല്ല ആ ന്യൂസ്, ഞാൻ മറ്റെവിടെയോ വായിച്ചതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ സിദ്ധരാമയ്യ വിൽ കണ്ടിന്യൂ. ഈ BJP എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി ഭയങ്കര ശക്തമായ നിലകൊള്ളുന്നതും അതേ സമയത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് BJPയോട് കിടപിടിക്കാനുള്ള വോട്ട് ഷെയർ പല സ്റ്റേറ്റുകളിലും ഉണ്ടായിരുന്നിട്ട് അവർ ഭരണത്തിൽ വരാതായി പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് ഈ പേജിലെ ന്യൂസ് വായിക്കാൻ മനസ്സിലാവും. നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് പോലുള്ള സ്റ്റേറ്റുകളിൽ അസംബ്ലി ഇലക്ഷൻസ് നടന്നപ്പോൾ ആ സ്റ്റേറ്റുകളിലെല്ലാം BJP ആയിട്ട് ഏതാണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മധ്യപ്രദേശ് ഒഴിച്ച് ബാക്കി സ്റ്റേറ്റുകളിലെല്ലാം കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ. പക്ഷേ സ്റ്റിൽ ദേ ആർ നോട്ട് ഏബിൾ ടു കം ടു പവർ ഇൻ ദോസ് സ്റ്റേറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ഷണൽ ഫ്യൂഡ് ബിറ്റ്വീൻ ദ ലോക്കൽ ലീഡേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പാർട്ടി. അത് തന്നെയാണ്. ഇവിടെ നോക്കിയേ, സിദ്ധരാമയ്യ വിൽ കണ്ടിന്യൂ as CM for 5 years, says son. സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അവിടുത്തെ ഒരു ഫോർമുല എന്ന് പറയുന്നത്, കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ 2.5 വർഷം ചീഫ് മിനിസ്റ്റർ പൊസിഷനിൽ ഇരുന്നിട്ട് അവിടെ പാർട്ടി അധികാരത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാറിനെ റെസ്റ്റ് ഓഫ് ദ ടൈം നെക്സ്റ്റ് 2.5 years ചീഫ് മിനിസ്റ്റർ ആക്കുന്ന. പക്ഷേ ഇപ്പോഴേ അവർ പറഞ്ഞു തുടങ്ങി, 1 വർഷം പോലും ആയില്ല, സിദ്ധരാമയ്യ തന്നെ ആയിരിക്കും 5 years ചീഫ് മിനിസ്റ്റർ എന്ന്. അതാണ് അവിടെ. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു അടി നടക്കാൻ പോയാണ്. ചിലപ്പോൾ ശിവകുമാറിന്റെ പേരിൽ പാർട്ടിയിൽ വലിയ റിവോൾട്ട് ഉണ്ടാക്കിയിടുവായി. അപ്പൊ അതാണ് ഒരു കാര്യം. ഇത് പാർട്ടിക്കകത്തുള്ള ഇൻഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞത്. ഇനി വേറെ കാര്യം നോക്കി, റൈവൽ ക്യാമ്പ്സ് ഇൻ ഹരിയാന കോൺഗ്രസ് ലോഞ്ച് പാരലൽ ക്യാമ്പയിൻസ് ടു പ്രൊമോട്ട് രാഹുൽസ് ന്യൂ യാത്ര. ഈ ഹരിയാന ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോണ സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിലെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഹരിയാനയിൽ ഇലക്ഷൻ നടക്കും. ഹരിയാനയിൽ കോൺഗ്രസ് വലിയ ശക്തിയുള്ള പാർട്ടിയാണ്. തുടർച്ചയായിട്ട് 2 തവണ പക്ഷേ അവിടെ BJP ആണ് ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത്. മനോഹർ ലാൽ ഖട്ടർ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ, മനോഹർ ലാൽ ഖട്ടർ. ഇപ്പൊ അവർക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയുണ്ട്. കാര്യം തുടർച്ചയായിട്ട് 10 years കൊണ്ട് BJP ഭരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ കാണും. പക്ഷെ അത് മുതലാക്കാൻ പറ്റുന്ന കാര്യത്തിലാണ് ഇവിടെ സംശയം. അവിടെ പാർട്ടി 2ആയിട്ട് തിരിഞ്ഞ് ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലെ അവർ 2 രീതിയിലാണ് ക്യാമ്പയിനിങ് നടന്നു. അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ് ഇത്തരത്തിലാണ് ഒരു പാർട്ടി സ്വയം നശിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ജഗന്നാഥ് ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വികസന പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ട്. ജഗന്നാഥ് ടെമ്പിൾ എവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒഡീഷയിലെ പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ് ജഗന്നാഥ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക് ആണ്. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നവീൻ പട്നായിക്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കാണാം. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മളുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ്. അവർ റിപ്പബ്ലിക് ഡേ ഈസ് കമ്മിങ്. എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ള കാര്യം. റിപ്പബ്ലിക് ഡേ ഈസ് ഓൺ January 26th. ഓൺ ദാറ്റ് ഡേ എ വെരി ഗ്രാൻഡ് പരേഡ് വിൽ ഹാപ്പൻ ഇൻ ഡൽഹി. അതിന്റെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ടത്. ദിസ് ഇയർ ചീഫ് ഗസ്റ്റ് ഓഫ് ദ റിപ്പബ്ലിക് ഡേ പരേഡ് ഈസ് ഇമാനുവൽ മാക്രോൺ. ഇമാനുവൽ മാക്രോൺ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫ്രാൻസിന്റെ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആണ് ഇപ്രാവശ്യം റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. മറ്റ് ആവശ്യമുള്ള ന്യൂസുകളൊന്നും ആ പേജിൽ ഇല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തെലങ്കാനയുടെ ഗവർണറിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. തെലങ്കാന ഗവർണർ ആരാണ് അറിഞ്ഞിരിക്കുക? തമിളിസൈ സൗന്ദരരാജൻ ആണ് തെലങ്കാനയുടെ ഗവർണർ. തമിളിസൈ സൗന്ദരരാജൻ. തമിളിസൈ സൗന്ദരരാജൻ. അവരുടെ എക്സിലെ അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആണ്. പിന്നെ കേരളത്തില് മോഡി ചില സ്കീംസ് ഒക്കെ അനൗൺസ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ കാണാം. പിന്നെ തമിഴ്നാടിന്റെ ഗവർണർ ഭാരത് ഈസ് മൂവിങ് ടുവേർഡ്സ് രാമരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിന്റെ ഗവർണർ ആരാണ്? RN രവി ആണ്. ഗവർണർ RN രവി. ഓക്കെ, പിന്നെ
അത്രയേ ഉള്ളൂ ആ പേജിൽ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയലിൽ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഡിറ്റോറിയലാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസ് അബൌട്ട് വെസ്റ്റ് ഏഷ്യ പ്രോബ്ലംസ്. വെസ്റ്റ് ഏഷ്യ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ദ സെന്റർ പീസ് ഓഫ് വെസ്റ്റ് ഏഷ്യ പ്രോബ്ലം ഈസ് ഓൾവേസ് ഇസ്രായേൽ പാലസ്റ്റീനിയൻ ഇഷ്യൂ. അത് തന്നെയാണ് ഇപ്രാവശ്യവും പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. നൗ ദാറ്റ് പ്രോബ്ലം ഹാസ് ബീൻ spreaded into different parts of West Asia. നിങ്ങൾക്കറിയാം ഹൂത്തീസ് ഈസ് അറ്റാക്കിംഗ് ഇസ്രായേലി ബൗണ്ട് ഷിപ്സ് ഇൻ റെഡ് സീ, അതൊരു പ്രോബ്ലം ആണ്. ഇറാൻ ഈസ് അറ്റാക്കിംഗ് ഡിഫറെന്റ് ടാർഗറ്റ്സ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഈസ് നോട്ട് എ വെസ്റ്റ് ഏഷ്യൻ കൺട്രി, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. ഒപ്പം തന്നെ സിറിയ അല്ലെങ്കിൽ ഇറാഖ് പോലുള്ള പ്രദേശങ്ങളിലെ ടാർഗറ്റുകളെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നു. ഒപ്പം US ഈസ് അറ്റാക്കിംഗ് ഹൂത്തീസ് ഇൻ റെഡ് സീ. US റെഡ് സീയിൽ ഹൂത്തീസിനെ അറ്റാക്ക് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, അവര് ഈ ഷിപ്പുകൾ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ അതുപോലെ ഹിസ്ബുള്ള ഈസ് അറ്റാക്കിംഗ് ഇസ്രായേൽ. അങ്ങനെ ആകെപ്പാടെ ഒരു പ്രോബ്ലം ആയിട്ട് കിടക്കുകയാണ് ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. വെസ്റ്റ് ഏഷ്യ റിലേറ്റീവ്ലി പീസ്ഫുൾ ആയിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളെ അപേക്ഷിച്ച്. ഈ October 7 അറ്റാക്ക് ഈ പറഞ്ഞ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് വരെയും അതിനിടയ്ക്ക് വെച്ച് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ ഒരു അക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ, എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലും സൗദിയും UAEയും എല്ലാം വളരെ അടുപ്പം സ്ഥാപിച്ച് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരുന്നു. പക്ഷേ അതിന്റെ ഇടയിൽ എല്ലാവരും മറന്നുപോയ ഒരു കാര്യം, അണ്ടർലൈങ് ആയിട്ടുള്ള വെസ്റ്റ് ഏഷ്യൻ പ്രോബ്ലം, മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇസ്രായേൽ പാലസ്റ്റീൻ ഇഷ്യൂ ആണെന്നും ഇതിൽ പാലസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് രാജ്യമായി അവർക്ക് ഒരു രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശം കിട്ടി. ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന മുൻപ് വാഗ്ദാനം ചെയ്തിരുന്ന ആ ഒരു സംഭവത്തിലേക്ക് പോയാൽ മാത്രമേ അവിടെ ഒരു ശാശ്വതമായിട്ടുള്ള ലാസ്റ്റിംഗ് ആയിട്ടുള്ള പീസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഈ എബ്രഹാം അക്കോർഡൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയത്. അപ്പോൾ October 7 ഹമാസ് ഈ ഒരു അറ്റാക്ക് നടത്തുന്നു. ഹമാസിന്റെ അറ്റാക്കോടുകൂടി വെസ്റ്റ് ഏഷ്യയിലെ എല്ലാ പീസ് പ്രോഗ്രാംസും തകിടം മറിയുന്നു. ഇസ്രായേൽ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി അറ്റാക്ക് ചെയ്യുന്നു ഹമാസിനെയും ഗാസയിലെ പ്രദേശങ്ങളെയും. അതിന്റെ ബേസിൽ പിന്നീട് അങ്ങോട്ട് മറ്റു പല അറ്റാക്സും ഉണ്ടാവുന്നു. ഈ ഇസ്രായേൽ തന്നെ സിറിയയിലും ലെബനനിലും ഒക്കെ അറ്റാക്ക് നടത്തി. അതുപോലെ ഇറാനിയൻ ഒരു കമാൻഡറെ കില്ല് ചെയ്തു. അങ്ങനെ ആകെപ്പാടെ പ്രോബ്ലം ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ മെയിൻ റീസൺ എന്താണ്? ഇസ്രായേലി പാലസ്റ്റീനിയൻ വിഷയം തന്നെയാണ് വെസ്റ്റ് ഏഷ്യയിൽ ഡെക്കേഡ്സ് ടുഗദർ ആയിട്ടുള്ള ഈ പീസ് ഇല്ലായ്മയ്ക്ക് ഉള്ള കാരണം എന്ന് പറയുന്നത്. ആ വിഷയം അപ്പൊ ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലംസും ഒറ്റയടിക്ക് സോൾവ് ചെയ്യാന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ സ്റ്റിൽ ഇസ്രായേൽ പാലസ്റ്റീൻ പ്രോബ്ലം ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം നടപ്പാക്കി. അത് പക്ഷേ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല, ഈ പറഞ്ഞ ഗാസയിലെ ഹമാസും അംഗീകരിക്കുന്നില്ല. അതാണ് വേറൊരു പ്രോബ്ലം. ഇതെല്ലാവരും കൂടെ അംഗീകരിച്ച ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിൽ ഒരു രീതിയിൽ ഇക്വിലിബ്രിയം തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഈ എഡിറ്റോറിയൽ ഹിന്ദു പറയുന്നത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എയർലി ലീഡ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചാണ്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കും ഈ വർഷം സെക്കൻഡ് ഹാഫിൽ. ഇന്ത്യയിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട 2 പാർട്ടികളാണ് മാറ്റുരയ്ക്കുന്നത് എന്ന് നമുക്കറിയാം. 2 പാർട്ടികൾ അവിടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടിയും. അമേരിക്ക ഇപ്പം ഭരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറായ ജോയ് ബൈഡൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ജോയ് ബൈഡൻ തന്നെയായിരിക്കും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വീണ്ടും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിക്കാൻ ഒരു കാൻഡിഡേറ്റ് വേണമല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന്. അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ എതിർ പാർട്ടി അവരുടെ കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നത് കുറെ പ്രൈമറീസ് ഒക്കെ നടത്തിയിട്ടാണ്. അപ്പൊ അതിൽ ഇപ്പം തുടക്കത്തിലുള്ള ട്രെൻഡ്സ് അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് ഈസ് വേ എഹെഡ് ഓഫ് ഹിസ് ചലഞ്ചേഴ്സ് ഇൻ റിപ്പബ്ലിക്കൻ പാർട്ടി ടു ബിക്കം ദ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഓഫ് റിപ്പബ്ലിക്കൻ പാർട്ടി. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആവാൻ ഡൊണാൾഡ് ട്രംപിന് ഭയങ്കരമായിട്ടുള്ള ഒരു ലീഡ് ഉണ്ടായിരിക്കുകയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ജോയ് ബൈഡൻ ആൻഡ് ഗവൺമെന്റ് അത്യാവശ്യം അൺപോപ്പുലർ ആണ് US. സോ ഡൊണാൾഡ് ട്രംപ് ഹാസ് എ ബെറ്റർ ചാൻസ് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എഗെയിൻ എന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നില്ല, പക്ഷെ അത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്കവാറും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ആര് വരുന്നോ അവർ തന്നെ US പ്രസിഡന്റ് ആവാൻ ചാൻസ്. അപ്പം കാൻഡിഡേറ്റ് ആവാനുള്ള ചാൻസ് ട്രംപിനാണ്. അതിനെക്കുറിച്ച് ഇത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും.
പിന്നെ US പ്രസിഡന്റിന്റെ ടേം ഇന്ത്യയെ പോലെ 5 years അല്ല 4 years ആണ്. അപ്പൊ ഇതാണ് വേറൊരു ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പേജില് ഉള്ള ആർട്ടിക്കിൾസ് ഒക്കെ റെഡ് സീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഡിഫൻസ് ഇറാൻ സൈറ്റ്സ് ഇറ്റ്സ് പൊസിഷൻ അഗെയിൻസ്റ്റ് ടെററിസം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫ്രണ്ട് പേജ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇറാൻ അനുകൂലമായിട്ട് ഇന്ത്യ എടുത്ത നിലപാടിനെ കുറിച്ച്. പാകിസ്ഥാനിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ ഇറാൻ അറ്റാക്ക് ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇറാൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തത്. ഇതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഈ അറ്റാക്ക് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഇറാനിലായിരുന്നു. അപ്പോ എന്തൊക്കെയോ ഡിസ്കഷൻസ് ഒക്കെ നടന്നു കാണും ഇറാനുമായിട്ട്. അപ്പൊ തന്നെ നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇറക്കുന്നുണ്ട്. അങ്ങനെ തോന്നുന്നു. എന്തായാലും ആ ഒരു ന്യൂസ് ആണ് ഇവിടെ ഉള്ളത്. രൺധീർ ജയ്സ്വാൾ ആണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആണ് രൺധീർ ജയ്സ്വാൾ എന്ന് പറയുന്നത്. അത് പേരെന്ന് പഠിച്ചു വെച്ചാൽ കൊള്ളാം. എപ്പോഴും പത്രത്തിൽ വരുന്നൊരു പേരായിരിക്കും. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് സ്പോക്സ് പേഴ്സൺ. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിനയ് ക്വാത്രയാണ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി. മുമ്പ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ഒരുപാട് കാലം ജയശങ്കർ ആയിരുന്നു. ആ പൊസിഷനിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായി മാറുന്നു. ബ്യൂട്ടിഫുള്ളി ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആയതിനു ശേഷമാണ് ഞാൻ ജനിച്ച് പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇത്രയും ഒരു ഇൻഫ്ലുവൻസ് ഫോറിൻ അഫയേഴ്സിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ ഭാവനാത്മകമായ വിദേശ നയം എന്ന് വേണം പറയാൻ. അപ്പൊ എന്തായാലും അതുപോലെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ഇപ്പൊ വിനയ് ക്വാത്രയാണ്. വിനയ് ക്വാത്ര ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി. വിനയ് ക്വാത്ര, KWATRA. വിനയുടെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമേ ഉള്ളൂ. വിനയ് ക്വാത്ര. പിന്നെ ജാർഖണ്ഡിന്റെ ഗവർണറിന്റെ പേര് ഇവിടെ കാണാം. CP രാധാകൃഷ്ണനാണ് ജാർഖണ്ഡിന്റെ ഗവർണർ. CP രാധാകൃഷ്ണൻ. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറൻ. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹേമന്ത് സോറൻ ആണ്. പിന്നീട് ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞ ന്യൂസ് ആണ്. അതിന്റെ ഒരു നെക്സ്റ്റ് കണ്ടിന്യൂയിങ് ന്യൂസ് ആയിട്ട് വന്നേക്കുന്നതാണ്. FCRA ലൈസൻസ് ഓഫ് CPR, സെന്റർ ഫോർ പോളിസി റിസർച്ച് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ FCRA ലൈസൻസ് ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തതിനെ കുറിച്ചാണ്. CPR, സെന്റർ ഫോർ പോളിസി റിസർച്ച്, ആൻഡ് ഇറ്റ്സ് FCRA ലൈസൻസ് വാസ് ക്യാൻസൽഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈറ്റിംഗ് ഇറഗുലാരിറ്റീസ്. FCRA ലൈസൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന NGOs, if they want to receive money from the foreign countries as donations, then definitely they have to get FCRA license from concerned department. അപ്പൊ ആ FCRA ലൈസൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺസ് കിട്ടിയെന്ന് പറഞ്ഞത് പെർമനന്റ് ആയിട്ട് ഇരിക്കുമെന്നല്ല. they have to meet a lot of obligations. അപ്പം ആ ഒബ്ലിഗേഷൻസ് അവർ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ FCRA ലൈസൻസ് ക്യാൻസൽ ആയും. അപ്പോൾ അതാണ് ഗവൺമെന്റ് പറഞ്ഞത്, CPR, സെന്റർ ഫോർ പോളിസി റിസർച്ചിന്റെ FCRA ലൈസൻസ് ക്യാൻസൽ ആവാൻ. പിന്നീട് താഴോട്ട് വരുമ്പോ ഇന്ത്യയുടെ ഫെർട്ടിലൈസർ സബ്സിഡീസിനെ കുറിച്ചൊരു ന്യൂസ് മൻസുഖ് മാണ്ഡവ്യ പറയുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് ഒന്ന് ഫുഡിനും വേറൊന്ന് ഫെർട്ടിലൈസറിനുമാണ്. അറിഞ്ഞിരിക്കുക, ഇന്ത്യ ഏറ്റവും കൂടുതൽ സബ്സിഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ സബ്സിഡി പേ ചെയ്യുന്നത് 2 മേഖലകളിലാണ് മെയിൻ ആയിട്ട്. ഒന്ന് ഫുഡ് സബ്സിഡി. ഇപ്പൊ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടല്ലേ ഇന്ത്യയിലെ BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻ കൊടുക്കണമെങ്കിൽ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ ഗ്രെയിൻസ് ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്തതിന് ശേഷം എങ്ങനെയായിരിക്കും അത് സബ്സിഡിയിൽ അത്രയും സബ്സിഡി ആയിട്ട്. ഇപ്പൊ ഞാനിപ്പോ 25 rupeesനാണ് ഞാൻ പാഡി അല്ലെങ്കിൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 25 രൂപ തന്നാലും പറയില്ല, അതിനേക്കാളും കൂടുതൽ തരണ്ടേ. അപ്പോഴല്ലേ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും ഞാനൊരു ഫാമർ ആണെങ്കിൽ. അത്രയും പൈസ ഗവൺമെന്റ് തന്നിട്ട് 0 rupeesന് ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കുക. അപ്പൊ ഓരോ കിലോയിലും ഗവൺമെന്റ് 25, 30, 35 rupees സബ്സിഡി കൊടുത്തിട്ടായിരിക്കും 0 കിലോ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പം ഈ ഫുഡ് സബ്സിഡിയാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സബ്സിഡി. അത് കഴിഞ്ഞ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് സബ്സിഡീസ് ഫെർട്ടിലൈസർ സബ്സിഡി. അപ്പൊ ആ ഫെർട്ടിലൈസർ സബ്സിഡിയും, പക്ഷെ നമ്മളിപ്പോ ഫെർട്ടിലൈസർ ഒരുപാട് ഇന്ത്യക്കകത്ത് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. മുമ്പ് ഇന്ത്യക്ക് ഒരുപാട് ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു, ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യണം റഷ്യയിൽ നിന്നും ഒക്കെ. എന്നാൽ ആ ഇമ്പോർട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സബ്സിഡി കുറയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ യൂണിയൻ ഫെർട്ടിലൈസർ മിനിസ്റ്ററായ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഫെർട്ടിലൈസർ മിനിസ്റ്റർ ആണ് മൻസുഖ് മാണ്ഡവ്യ, ഫെർട്ടിലൈസർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ.
ഓക്കെ, അപ്പം അതാണ് അവിടെ പറയാനുള്ള വേറൊരു കാര്യം. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അത് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ ന്യൂസ്. ഈ ഭാരത് ജോഡോ ന്യായ യാത്ര, അതുപോലെ ടെമ്പിൾ ഇനാഗുറേഷൻ, രാം ടെമ്പിൾ ഇനാഗുറേഷൻ January 22, അതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ റെയിൻഫോൾ റൈസിംഗ് ഇൻ ഓവർ ഹാഫ് ഓഫ് ഇന്ത്യൻ സബ് ഡിസ്ട്രിക്ട് സേവ് 4 decades സ്റ്റഡി. അതൊരു കാലാവസ്ഥ IMDയുടെ ഒക്കെ ഒരു സ്റ്റഡി പറയുന്നതാണ്. ഇന്ത്യയിലെ റെയിൻഫോൾ ഇന്ത്യയിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അത് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ പ്രത്യേക ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലെ റെയിൻ പാറ്റേണിനെ കുറിച്ചും അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മളെ ഖാരിഫ് ക്രോപ്പ്, അതുപോലെ റാബി ക്രോപ്പ്, അതിൻ്റെയൊക്കെ ആ ഒരു കൾട്ടിവേഷനും ഒക്കെ ഈ പറഞ്ഞ റെയിനിന്റെ കൂടുതൽ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു, അതിന്റെ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇൻഡിഗോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനായ ഇൻഡിഗോയ്ക്ക് ഇപ്പൊ ഗവൺമെന്റ് ഫൈനൊക്കെ അടിച്ചു കൊടുത്തു. സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി അല്ല, ഇന്ത്യയിലെ റെഗുലേറ്റേഴ്സ്, സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന റെഗുലേറ്റേഴ്സ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ 2 റെഗുലേറ്റേഴ്സിന്റെ പേര് പറഞ്ഞു. 2 പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. BCAS, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇവർ 2 പേരും ഈ പറഞ്ഞ ഇൻഡിഗോയെ ഫൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ എയർലൈനുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിന്റെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസും ഉണ്ട്. ഫുഡ് സേഫ്റ്റി FSSAI ആണ് ഇന്ത്യയിൽ നോക്കുന്നത്. ഫുഡ് സേഫ്റ്റി, ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടെ എനിക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ തന്നെ അത് സംഭവിച്ചത്. പ്രൊവൈഡ് ചെയ്ത സാൻഡ്വിച്ചിലൊരു വേം ഉണ്ടായിരുന്നു, വേം. അപ്പൊ അത് വലിയ വിഷയമായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റിയും അതിൽ ഇടപെട്ടിരിക്കുകയാണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സിവിൽ ഏവിയേഷൻ സെക്ടറാണ്. 15 കോടി ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ആണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ എയർലൈനുകൾ വഴി ഫ്ലൈ ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് കണക്കുകൾ. 15 കോടി. അപ്പം അതിനനുസരിച്ച് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ക്വാളിറ്റി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വളരുന്നുണ്ടോ എന്നൊരു സംശയമാണ്. അപ്പൊ അതാണ് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ CERT-IN takes over 11 months to plug vulnerabilities exposing personal data. CERT-IN അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് CERT-IN എന്ന് പറഞ്ഞാല് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്നും പറയും. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി ആം ആണ് CERT-IN എന്ന് പറയേണ്ടി വരും. പിന്നെ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു ന്യൂസ്, ഇന്ത്യയിലെ പിള്ളേരിൽ പകുതി പേർക്കും ബേസിക് മാത്തമാറ്റിക്സ് പോലും അറിഞ്ഞുകൂടാ എന്നാണ് ASCRന്റെ സ്റ്റഡി പറയുന്നത്. ASCR ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട്. ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ പകുതി യൂത്തിനും, സ്കൂൾ പിള്ളേർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ യൂത്തിന് പോലും പകുതി പേർക്കും ബേസിക് മാത്തമാറ്റിക്സ്, അതായത് കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ബേസിക് ആയിട്ട് പോലും അറിഞ്ഞുവിടുന്നതാണ്. അത് പക്ഷേ ഒരു ദോഷം ആണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ ഗ്ലോബൽ മീറ്റ് ഓൺ അഗ്രികൾച്ചർ സിസ്റ്റംസ് ഗെറ്റ്സ് അണ്ടർവേ ടുഡേ എന്നൊരു ന്യൂസ് കാണാം. ഗ്ലോബൽ മീറ്റ് ഓൺ അഗ്രികൾച്ചർ സിസ്റ്റംസ് ഗെറ്റ്സ് അണ്ടർവേ ടുഡേ എന്നൊരു ന്യൂസ് കാണാം. അത് നിതി ആയോഗും മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറും FAOയും കൂടെ ചേർന്ന് ഇന്ത്യയിൽ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ആരൊക്കെയാണ്? നിതി ആയോഗ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷണർ റീപ്ലേസ്മെന്റ് ആണ് നിതി ആയോഗ്. അതിന്റെ വൈസ് ചെയർമാൻ ആണ് സുമൻ ബെറി. ആ നിതി ആയോഗ്, അതുപോലെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അത് UN-ന്റേതാണ്. ഇവർ 3 പേരും കൂടെ ചേർന്ന് ഇന്ത്യയിൽ അഡ്വാൻസിങ് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി ഫുഡ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ എന്ന പേരിലുള്ള ഒരു ഗ്ലോബൽ മീറ്റിംഗ് നടത്തുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം. അഡ്വാൻസിങ് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി ഫുഡ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ എന്നാണ് ആ ഗ്ലോബൽ മീറ്റിംഗിന്റെ പേര്. അത് വേറെ ഒന്നുമല്ല, ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഈ ഗ്രെയിൻസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു
ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് ആണ്. അതൊരു ഗ്ലോബൽ മീറ്റിംഗ് ആണ്, ഇന്ത്യക്കാർ മാത്രമല്ല അതിൽ പങ്കെടുക്കുന്നത്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ ഒരു ആകപ്പാട് നമുക്ക് ചൈനയുടെ പോപ്പുലേഷൻ തുടർച്ചയായി 2ാം വർഷവും കുറയുന്നു എന്നൊരു ന്യൂസ് UN കണക്കുകൾ പ്രകാരം. തുടർച്ചയായിട്ട് സെക്കൻഡ് ഇയറിലും ചൈനയുടെ പോപ്പുലേഷൻ കുറഞ്ഞു. 140 കോടി ജനങ്ങൾ മാത്രമേ ഇപ്പൊ ചൈനയിലുള്ളൂ. അടുത്ത വർഷമൊക്കെ അത് വീണ്ടും വീണ്ടും കുറയും. അപ്പൊ ഇന്ത്യ കഴിഞ്ഞ വർഷം തന്നെ ചൈനയെ ഓവർടേക്ക് ചെയ്ത് 140 കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിൽ പോകുന്നുണ്ട്, 140 crore കൂടുതൽ. അപ്പൊ ഇന്ത്യയാണ് വേൾഡിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം എന്ന് പറയുന്നത്. പിന്നെ വൈ ഡിഡ് ഇറാൻ ക്യാരി ഔട്ട് സ്ട്രൈക്സ് ഇൻ ഇറാഖ്, സിറിയ ആൻഡ് പാകിസ്ഥാൻ? അതിനെ കുറിച്ചൊരു ന്യൂസ് അനാലിസിസ് ആണത്. ഇറാഖില് ഈവൻ മൊസാദിന്റെ എന്തോ ഓഫീസ് അങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഇറാൻ അറ്റാക്ക് നടത്തിയ. പിന്നെ സിറിയയില് അവർ അറ്റാക്ക് നടത്തി, അതുപോലെ പാകിസ്ഥാനിലും നടത്തി. ഇത് എന്താണ് അതിന്റെ ലക്ഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. മെയിനായിട്ട് ലക്ഷ്യമൊന്നും അല്ല, മെയിനായിട്ട് ലക്ഷ്യം വേറെ ഒന്നും അല്ല, അവരൊരു സോഫ്റ്റ് ടാർഗറ്റ് അല്ല. അവരെ താല്പര്യങ്ങൾക്ക് വിഘാതമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെങ്കിലും അവരെ തിരിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിന് മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജാണ്. ബിസിനസ് പേജില് Q3 ഗ്രോത്ത് മേ സ്ലിപ്പ് ബിലോ 6%. തൽക്കാലം അത് എഴുതണ്ട, മേ എന്നാണ്. ഇതിപ്പം അങ്ങനെ സംഭവിച്ചു എന്നല്ല, 6% താഴെ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ICRA എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റേറ്റിംഗ് ഏജൻസിയാണ്. നമുക്ക് റേറ്റിംഗ് ഏജൻസീസിനെ അറിയാമല്ലോ. മൂഡീസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഫിച്ച് പോലുള്ള ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ഇന്ത്യൻ റേറ്റിംഗ് ഏജൻസീസ് ആയ ക്രിസിൽ, കെയർ അതുപോലുള്ള സംഭവങ്ങളുണ്ട്. ആ കൂട്ടത്തിലൊരെണ്ണമാണ് ICRA പറഞ്ഞ Q3 ഗ്രോത്ത് റേറ്റ് കുറയും എന്നാണ് ഇന്ത്യയുടെ. Q1 Q2 അത്യാവശ്യം 7% കൂടുതൽ ഗ്രോ ചെയ്തായിരുന്നു. ഓവറോൾ ഇന്ത്യയുടെ ഗ്രോത്ത് ഇപ്രാവശ്യം 7% അതിൽ കൂടുതലായിരിക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തായാലും Q3 ഗ്രോത്ത് റേറ്റ് കുറഞ്ഞാണെന്ന്, അതായത് Q3 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2023-24. Q1 എന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് ഏപ്രിൽ, മെയ്, ജൂൺ. Q2 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. Q3 ഒക്ടോബർ, നവംബർ, ഡിസംബർ. Now Q4 has been started, January, February, March. That is Q4. So Q3 growth might have ഡിക്രീസ്ഡ് എന്നാ പറയുന്നത്. അതിന്റെ റീസൺസ് അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊരു സംഭവമുണ്ട്, ക്യാപെക്സ്. അതായത് ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തും, എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ് വാസ് മാസീവ് ഫോർ ദ ലാസ്റ്റ് 2 to 3 years. After the pandemic of COVID, Government of India mainly concentrated in capex spending, capital expenditure spending, but that has been reduced recently. That is the main reason for the reduced Q3 GDP growth rate. അപ്പം അതൊരു മെയിൻ റീസൺ. അതല്ലാതെ നമ്മളുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ, ഖാരിഫ് ക്രോപ്പ് ഔട്ട്പുട്ടിലൊക്കെ കുറച്ച് ഡിക്രീസ് ഉണ്ടായി കാണുമെന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം ഈ സീസണൽ റെയിൻ ഒക്കെ കറക്റ്റ് ആയിട്ടൊന്നും അല്ല പെയ്തു. ഭയങ്കരമായിട്ട് മഴയൊക്കെ പലപ്പോഴും പെയ്തു, പക്ഷെ അത് അൺസീസണലായിട്ടൊക്കെ പെയ്തതുകൊണ്ട് ഈ ടോട്ടൽ കൾട്ടിവേഷൻ ഏരിയ ഖാരിഫ് ക്രോപ്പിന്റെ കാര്യത്തിലൊക്കെ കുറഞ്ഞു പോയി. സോ നമ്മളുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദ ഖാരിഫ് സീസൺ അത് കുറഞ്ഞു കാണും എന്നും പറയപ്പെടുന്നുണ്ട്. സോ ആ രണ്ട് ഫാക്ടേഴ്സും ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റിന് കുറച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ICRA വിലയിരുത്തുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ NBFC എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. NBFC എന്താണെന്ന് അറിയാം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റിംഗ് many kinds of financial institutions. Everybody thinks that Reserve Bank of India is the sole regulator of banks only, but ബാങ്ക്സിന്റെ റെഗുലേറ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ളത് പോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് റെഗുലേറ്റിംഗ് NBFCs, MFI, പിയർ ടു പിയർ ലെൻഡിങ്, ദെൻ പേയ്മെന്റ് ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്ക്, എവറിത്തിങ്. അത് എല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ NBFC ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. NBFC ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സെക്ടർ ഇൻ ഇന്ത്യ. അപ്പം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ മുത്തൂറ്റ്, മണപ്പുറം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അതിനാണ് NBFCs എന്ന് പറയുന്നത്. പിന്നെ HDFC ബാങ്ക്, ഡ്രഗ്സ്, അതൊന്നും വേണ്ട. HDFC ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. HDFC ബാങ്ക് അറിയാലോ, ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്ക്, ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഏറ്റവും വലുത്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഏറ്റവും വലുത് HDFC ബാങ്ക് ആണ്. അതുപോലെ ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്ക് HDFC ബാങ്ക് ആണ്. പിന്നീട് സൺ ഫാർമ,
കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ദാറ്റ് ഈസ് സൺ ഫാർമ, അതറിഞ്ഞിരിക്കുക. ഇന്ത്യ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈസ് DRL, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡ്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏതാണ്? DRL, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി ലിമിറ്റഡ്. DRL, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡ്. എന്നിട്ട് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജ് ആണ്. സ്പോർട്സ് പേജിൽ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രജ്ഞാനന്ദയെ കുറിച്ചാണ്. പ്രജ്ഞാനന്ദ, പ്രാഗ് സ്റ്റാൻഡ്സ് ലിറൻ റീപ്ലേസസ് ആനന്ദാസ് ഇന്ത്യസ് നമ്പർ 1 എന്ന ഒരു ന്യൂസ് കാണാം. അതായത് ഇന്ത്യയുടെ നമ്പർ 1 ചെസ് താരം ഇന്നലെ മുതൽ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഒരു 18 വയസ്സാണെന്ന് എന്റെ വിശ്വാസം, 18കാരനാണ്. കാരണം ഡിങ് ലിറൻ എന്ന് പറയുന്ന വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ, വേൾഡ് നമ്പർ 1 അല്ല, സോറി, വേൾഡ് നമ്പർ 4 ആണ്. പക്ഷെ നിലവിലുള്ള ലോക ചാമ്പ്യൻ ഡിങ് ലിറൻ എന്ന് പറയുന്ന ചൈനക്കാരനാണ്. അപ്പൊ ഡിങ് ലിറൻ എന്ന് പറയുന്ന ചൈനക്കാരനായിട്ടുള്ള ലോക ചാമ്പ്യൻ, വേൾഡ് നമ്പർ 1 ഇയാളല്ല, വേൾഡ് നമ്പർ 4 ആണ് ഇയാൾ. വേൾഡ് നമ്പർ 1 മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസനെയും ഈ ഇടയ്ക്ക് പ്രജ്ഞാനന്ദ 2-3 തവണ തോപ്പിച്ചു. ഡിങ് ലിറൻ എന്ന് പറയുന്ന ചൈനീസ് വേൾഡ് ചാമ്പ്യൻ, ഇപ്പോഴത്തെ നിലവിലുള്ള വേൾഡ് ചാമ്പ്യൻ, ഇന്നലെ പ്രജ്ഞാനന്ദ ടാറ്റ ചെസ് ടൂർണമെന്റിൽ വെച്ച് തോൽപ്പിച്ചു. അതുവഴി ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ മഹാനായ വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുന്ന ചെസ് പ്ലെയറിനെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യയിലെ നമ്പർ 1 ചെസ് പ്ലെയർ ആയിട്ട് പ്രജ്ഞാനന്ദ മാറി. ലോകത്തിൽ നമ്പർ 11 ആയിട്ട് മാറി. അതാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം എന്ന് പറയുന്നത്. ലോകത്തിലെ അടുത്ത ചെസ് സെൻസേഷൻ മിക്കവാറും പ്രജ്ഞാനന്ദ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ഓസ്ട്രേലിയൻ ഓപ്പണിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഈ സീസണിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആയ ഓസ്ട്രേലിയൻ ഓപ്പൺ, അതുപോലെ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച പെയറുകളിൽ ഒരെണ്ണമായ ബാഡ്മിന്റണിലെ ഡബിൾസ് പെയറുകളിൽ ഒരെണ്ണമായ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം, അവരെ കുറിച്ചൊരു ന്യൂസ്. ഇടയ്ക്ക് വെച്ചൊരു വേൾഡ് നമ്പർ 1 ആയിരുന്നു, ഇപ്പൊ എനിക്ക് തോന്നുന്നു വേൾഡ് നമ്പർ 2 or 3 കണ്ടാണ് അവര്. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ AFC കപ്പിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. AFC കപ്പ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, അതാണ് AFC കപ്പ്. അതിപ്പോ ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ദീപിക കുമാരിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആർച്ചറി എന്ന് പറയുന്ന സ്പോർട്സിലെ ഇന്ത്യയുടെ ഒളിമ്പ്യൻ താരമാണ്, ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരമാണ് ദീപിക കുമാരി. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിരുന്ന ന്യൂസുകൾ. അപ്പോൾ ഞാനതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.